നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡൊമൈൻ നെയിം സിസ്റ്റം. ഡൊമൈൻ നെയിം സിസ്റ്റം അല്ലെങ്കിൽ DNS നമ്മളുടെ ഹോസ്റ്റ് നെയിമിനെ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഡൊമൈനിനെ അവർ IP അഡ്രസ്സിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യും. നമ്മൾ വെബ് ബ്രൗസറിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുക എന്താണ്, ഡൊമൈൻ നെയിമാണ്. അതായത് ഇപ്പോൾ google.com facebook.com എന്ന ഡൊമൈൻ നെയിമാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ ഡൊമൈൻ നെയിമിനെ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ്സിലോട്ടേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഈ ഡൊമൈൻ നമ്മൾ കൊടുത്തിട്ടുള്ള ഡൊമൈൻ്റെ സെർവർ ഹോൾഡ് ചെയ്യുന്ന ആ സെർവറിലോട്ടേക്ക് റിക്വസ്റ്റ് പോവുക. അതായത് നമ്മൾ കൊടുക്കുന്ന ഡൊമൈൻ നെയിം എപ്പോഴും IP അഡ്രസ്സ് ആക്കി അവർ കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു കൺവേർഷൻ പെർഫോം ചെയ്യുന്നത് DNS ആണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. നമ്മൾ ഇൻ്റർനെറ്റൊക്കെ സ്മോളായ സമയത്ത് ഈ ഒരു നെയിമും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡ്രസ്സൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു ഹോസ്റ്റ് ഫയലിലായിരുന്നു. പക്ഷേ നമ്മളെ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ലാർജായ സമയത്ത് നമുക്ക് ഈ ഒരു ഹോസ്റ്റ് ഫയലെല്ലാം സ്റ്റോർ ചെയ്യാൻ പറ്റാണ്ടായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു നെയിമിനെ ഈ ഒരു നെയിമും കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡ്രസ്സിനെ നമ്മൾ പല കമ്പ്യൂട്ടേഴ്സാക്കി ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്യാറുള്ളത്. നെക്സ്റ്റ് വരുന്നതാണ് നെയിം സ്പേസ്. അതായത് നമ്മളുടെ ഈ ഒരു നെയിം ടു അഡ്രസ് മാപ്പിംഗ് അതൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ളത് നെയിം സ്പേസിലായിരിക്കും. നമുക്കറിയാം നമ്മളുടെ കമ്പ്യൂട്ടേഴ്സിൻ്റെ IP അഡ്രസ്സ് എപ്പോഴും യൂണീക്ക് ആയിരിക്കും. അതേപോലെ തന്നെ നെയിമും എപ്പോഴും യൂണീക്ക് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ നെയിം സ്പേസിലാണ് ഒരു നെയിമും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡ്രസ്സും സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ നെയിം സ്പേസിൽ നമുക്ക് രണ്ട് തരത്തിൽ ഓർഗനൈസ് ചെയ്യാൻ പറ്റും. ഫ്ലാറ്റ് ഉണ്ടായിരിക്കും, ഹൈറാർക്കിക്കലും ഉണ്ടായിരിക്കും. ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് വിത്തൗട്ട് സ്ട്രക്ചർ എന്നാണ്. അതിനൊരു ഫോർമാറ്റൊന്നും ഉണ്ടായിരിക്കില്ല, ജസ്റ്റ് ഒരുമിച്ചായിരിക്കും. ഇപ്പോൾ www.google.com എന്ന് പറഞ്ഞ ഡൊമൈൻ നെയിം അവർ ജസ്റ്റ് എല്ലാം ഒരുമിച്ചായിരിക്കും അവർ സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഹൈറാർക്കിക്കൽ നെയിം സ്പേസ് എന്ന് പറയുമ്പോൾ അത് ഒരു ട്രീ ഫോർമാറ്റ് ആയിരിക്കും. നമ്മളുടെ www.google.com എന്നുള്ളതിനെ ഓരോ നെയിമിനും ഓരോ ലെവലിലായിട്ടായിരിക്കും അവർ സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. ഒരു ട്രീ ഫോർമാറ്റ് ആയിരിക്കും അതിൽ വരുന്നുണ്ടാവുക. പിന്നെ വരുന്നത് ഡൊമൈൻ നെയിം സ്പേസ്. നമ്മുടെ ഹൈറാർക്കിക്കൽ നെയിം സ്പേസിന് വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് ഡൊമൈൻ നെയിം സ്പേസ് എന്ന് പറയുന്നത്. ഇതാണ് ഒരു ഡൊമൈൻ നെയിം സ്പേസ്. അപ്പോൾ ഇതിൽ ടോപ്പിൽ വരുന്നത് നമ്മൾ റൂട്ട് നോഡ് എന്ന് പറയും. ബാക്കി വരുന്നതൊക്കെ ഫസ്റ്റ് ലെവൽ നോഡ്, സെക്കൻഡ് ലെവൽ അങ്ങനെ വരും. ഈ ഫസ്റ്റ് ലെവലിൽ കണ്ടു .edu .org .com അങ്ങനത്തെ വരുന്ന രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഹോസ്റ്റൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ലെവലിൽ കൊടുക്കുക. ഇപ്പോൾ ഈ .comൻ്റെ താഴെ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ www.google.com എന്നുള്ളതിൽ .comൻ്റെ താഴെ ആയിരിക്കും ഗൂഗിൾ വരുന്നുണ്ടാവുക, ഗൂഗിളിൻ്റെ താഴെ ആയിരിക്കും www. അങ്ങനെ പല പാർട്സ് ആയിട്ടായിരിക്കും ഇവർ സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. ഇതാണ് ഈ ഹൈറാർക്കിക്കലിലും വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് ഈ ഒരു ട്രീക്ക് 128 ലെവൽസ് വരെയാണ് പോകുന്നത്. ഇത് ലെവൽ 0 തൊട്ടിട്ട് 127 ലെവൽ വരെയാണ് ഇവർ പോകുന്നത്. പിന്നെ വരുന്നൊരു കോൺസെപ്റ്റാണ് ഡൊമൈൻ നെയിമും ലേബിളും. അതായത് ഒരു ഡൊമൈൻ നെയിം സ്പേസിൽ ഓരോ നോഡിനും ലേബിൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ ഇത് റൂട്ട് നോഡാണ്. പിന്നെ വരുന്ന EDU എന്ന് പറഞ്ഞിട്ടുള്ളതിന് ഈ ഒരു നോഡിൻ്റെ ലേബിളാണ് EDU. ഈ ഒരു നോഡിൻ്റെ ലേബിളാണ് FHDA, ATC, ചലഞ്ചർ. ഇതൊക്കെ ഒരു ലേബിളാണ്. ഇനി ചലഞ്ചർ എന്നുള്ളതിൻ്റെ നമ്മൾ ഡൊമൈൻ നെയിം എങ്ങനെ എഴുതുക? challenger.atc.fhda.edu. ലാസ്റ്റ് ഡോട്ട് കാണിക്കുന്നത് റൂട്ട് നോഡിനെയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഡൊമൈൻ നെയിം വരുന്നത്. ഇപ്പോൾ ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആട്ടോ. നമുക്ക് ഡൊമൈൻ ഇപ്പോൾ ഇതിനൊരു google.comൻ്റെ ഫോർമാറ്റിൽ നിങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരിക? ടോപ്പിൽ .com വരും, തൊട്ട താഴെ ഗൂഗിൾ വരും, തൊട്ട താഴെ www വരും. അങ്ങനെ അപ്പോൾ ആ ഓരോ നോഡിൻ്റെയും ലേബിൾ എന്തൊക്കെ ആയിരിക്കും? www, ഗൂഗിൾ, പിന്നെ അതുപോലെ തന്നെ .com എന്നൊക്കെ ആയിരിക്കും അതിൻ്റെ ലേബിൾ. അതിൻ്റെ ഡൊമൈൻ എന്തായിരിക്കും? www.google.com. അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യാം. പിന്നെ പറയുന്നത് രണ്ട് ടൈപ്പ് ഓഫ് ഡൊമൈൻ നെയിം ഉണ്ട്. ഫുള്ളി ക്വാളിഫൈഡ് ഡൊമൈൻ നെയിം ഉണ്ട്, പാർഷ്യലി ക്വാളിഫൈഡ് ഡൊമൈൻ നെയിം ഉണ്ട്. ഫുള്ളി ക്വാളിഫൈഡ് ഡൊമൈൻ നെയിം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതിലൊരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. challenger.atc.fhda.edu. അതായത് ഫുള്ളി ക്വാളിഫൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ലീഫ് നോഡ് തൊട്ടിട്ട് നമ്മൾ റൂട്ട് വരെ നമ്മൾ ആ ഡൊമൈൻ നെയിം നമ്മൾ എടുക്കും. ഓക്കെ, റൂട്ട് വരെ, റൂട്ടിനെ നമ്മൾ ഡോട്ട് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. പാർഷ്യലി ക്വാളിഫൈഡ് എന്ന് പറയുമ്പോൾ റൂട്ടിലോട്ടേക്ക് പോവില്ലേ. ഇപ്പം ഈ challenger.atc.fhda.edu എന്ന് പറയുന്നുണ്ടെങ്കിൽ ഫുള്ളി ക്വാളിഫൈഡ് ആയിരിക്കും. challenger.atc.fhda.edu എന്ന് മാത്രം വരുന്നതാണെങ്കിൽ പാർഷ്യലി ക്വാളിഫൈഡ് ആയിരിക്കും. ഓക്കെ, പിന്നെ വരുന്നതാണ് എന്താണ് ഡൊമൈൻ. ഡൊമൈൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഡൊമൈൻ നെയിം സ്പേസിൻ്റെ സബ് ട്രീനെയാണ് നമ്മൾ ഡൊമൈൻ എന്ന് പറയുന്നത്. ഒരു ട്രീയിൽ കുറേ ഡൊമൈൻ വരും. ഇപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് കാണിച്ചിട്ടുള്ള
ഈ ഒരു സെപ്പറേഷൻ ഇല്ലേ, ഇപ്പോൾ .comന്റെ ഒരു സെപ്പറേഷൻ, EDUവിൻ്റെ ഒരു സെപ്പറേഷൻ, അതൊരു ഡൊമെയിനാണ്. ഇനി ഈ .comന്റെ ഉള്ളിൽ തന്നെ വേറൊരു സബ് ട്രീ കാണിച്ചിട്ടുണ്ട്, അവരൊരു ഗ്രേ കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്, അതൊരു സബ് ട്രീ, ഒരു ഡൊമെയിനാണ്. ഇനി അതിൻ്റെ ഉള്ളിൽ വേറൊരു സബ് ട്രീ വരുന്നുണ്ട്, അതൊരു ഡൊമെയിനാണ്. അപ്പോൾ ഡൊമെയിൻ എന്ന് പറയുന്നത് നമ്മളുടെ മെയിൻ വരുന്ന നമ്മളുടെ ഡൊമെയിൻ നെയിം സ്പേസിൻ്റെ സബ് ട്രീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡൊമെയിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നെയിം സ്പേസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഡൊമെയിൻ നെയിം സ്പേസിൽ കുറേ ഇൻഫോർമേഷൻസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഇൻഫോർമേഷൻ നമ്മൾ സ്റ്റോർ ചെയ്യണം. പക്ഷെ നമുക്ക് അതിനെ എല്ലാത്തിനും കൂടി ഒരു കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. കാരണം അത് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ട് വരും അല്ലേ. കാരണം ഒരു കമ്പ്യൂട്ടറിലാകുമ്പോൾ എല്ലാ റിക്വസ്റ്റും ആ കമ്പ്യൂട്ടറിലോട്ടേക്കാവും വരുന്നുണ്ടാവുക. അപ്പോൾ അവിടെ ട്രാഫിക് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ഇൻഫോർമേഷൻ എല്ലാത്തിനെയും പല കമ്പ്യൂട്ടറിലാക്കി നമ്മൾ സ്റ്റോർ ചെയ്യും. ആ കമ്പ്യൂട്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് DNS സെർവർ എന്ന് പറയും. ഓരോ ഇൻഫോർമേഷൻ നമ്മൾ എന്ത് ചെയ്യും, ഓരോരോ DNS സെർവറിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അതായത് നമ്മൾ എന്താണ് ഡൊമൈനെ നമ്മൾ പല ലെവൽസ് ആക്കി ഡിവൈഡ് ചെയ്യണ പോലെ തന്നെ. അതായത് ഇപ്പോൾ ഇതാണ് ഇങ്ങനെ വരിക. അതായത് ടോപ്പിൽ റൂട്ട് സെർവർ ഉണ്ടാക്കും. ഇപ്പോൾ ഇതിലുണ്ട് EDUവിന് ഒരു സെർവർ, .comന് ഒരു സെർവർ, അതിൻ്റെ തൊട്ട് താഴെ അതിൻ്റെ FHDA.edu അതിൻ്റെ സെർവർ, BK.edu. അപ്പം അങ്ങനെ ഓരോ ഇൻഫോർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ സെർവറിലായിട്ടായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, എന്നിട്ട് ക്ലയൻറ്റിന് ഒരു റിക്വസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ക്ലയൻറ്റ് കോൺടാക്ട് ചെയ്യുക അതിന് തൊട്ടടുത്ത് നിൽക്കുന്ന സെർവറിനോട്ടായിരിക്കും, തൊട്ട് നിൽക്കുന്ന ക്ലോസ് ആയിട്ട് നിൽക്കുന്ന സെർവറിലോട്ടായിരിക്കും. അതിനറിയുന്നില്ലെങ്കിലാണ് മുകളിലോട്ടേക്ക് പോവുക. അപ്പോൾ ഒരു ഡൊമെയിൻ നെയിം സ്പേസിൽ, ഡൊമെയിൻ നെയിം സിസ്റ്റത്തിൽ എല്ലാ ഇൻഫോർമേഷൻസും DNS സെർവറിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. പിന്നെ പറയുന്നുണ്ട് സോൺ എന്ന് പറയുന്നത് ഒരു സെക്ഷനിൽ വരുന്ന ഒരു അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു സെർവറിൻ്റെ അതോറിറ്റി എന്താ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ള സോൺ കാണിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ EDU എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ, ഈ EDU എന്ന് പറയുന്ന സെക്ഷൻ ഒരു സോണാണ്. അതേപോലെ തന്നെ .com എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഒരു സോണാണ്. അപ്പോൾ EDU അതിൻ്റെ താഴെ വരുന്ന ഈ രണ്ട് ചൈൽഡിൽ, അത് FHDA.edu BK.edu അതൊരു സോണായിട്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ .com അതിൻ്റെ താഴെ വരുന്ന MCgrow.com IRWN.com എന്ന് പറയുന്നത് ഒരു സോണായിരിക്കും. അങ്ങനെ ഈ ഓരോ സോണിൻ്റെ ഉള്ളിലും അതിൽ വരുന്ന റെസ്പെക്റ്റീവായിട്ട് വരുന്ന ഒരു റെസ്പോൺസിബിൾ സെർവർ ഉണ്ടായിരിക്കും. ആ റെസ്പോൺസിബിൾ സെർവറിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണ് എന്ന് പറയുന്നതായിരിക്കും സോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സോൺ എന്ന് പറയുന്നത് ഡെഫിനിഷൻ പറയുന്നത് കണ്ടിന്യൂസ് പാർട്ട് ഓഫ് എ ട്രീ. നമ്മളെ ട്രീയുടെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സോൺ എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ വരുന്നൊരു സംഭവമാണ് സോൺ ഫയൽ. അതായത് ഇപ്പോൾ EDU എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സെക്ഷനിൽ വരുന്ന റെസ്പോൺസിബിൾ സെർവറാണ് എന്ത്, മെയിൻ ടോപ്പിൽ വരുന്ന പാരന്റ് സെർവറാണ് എന്ത്, EDUവിൻ്റെ സെർവറാണ് ഏറ്റവും ടോപ്പിൽ വരുന്നത്, അതായിരിക്കും റെസ്പോൺസിബിൾ സെർവർ. അപ്പോൾ ഈ സോൺ ഫയൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ സോൺ ഫയലിൽ ഈ EDU എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സെർവർ അതിൻ്റെ തൊട്ട താഴെ വരുന്ന എല്ലാ ഡൊമൈൻസിൻ്റെയും, അതായത് അതിൻ്റെ സെക്ഷനിൽ വരുന്ന എല്ലാ ഡൊമൈൻസിൻ്റെയും ഇൻഫോർമേഷൻസിനെ ഒരു സോൺ ഫയലിൽ അവർ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ സോൺ ഫയലിൻ്റെ ഫംഗ്ഷൻ എന്താണ്, അതിൻ്റെ തൊട്ട താഴെ വരുന്ന എല്ലാ ഇൻഫോർമേഷൻസിനെയും സ്റ്റോർ ചെയ്യാനാണ് സോൺ ഫയൽ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പറയുന്നുണ്ട് റൂട്ട് സെർവർ. റൂട്ട് സെർവർ എന്ന് പറയുമ്പോൾ ഏറ്റവും ടോപ്പിൽ വരുന്ന സെർവറാണ് റൂട്ട് സെർവർ. റൂട്ട് സെർവറിൻ്റെ സോൺ എന്തായിരിക്കും, മൊത്തം ട്രീ ആയിരിക്കും, ഹോൾ ട്രീ ആണ് റൂട്ട് സെർവറിൻ്റെ സോൺ എന്ന് പറയുന്നത്. ഇപ്പോൾ EDUവിൻ്റെ സോൺ നമ്മൾ പറഞ്ഞു ഒരു സെക്ഷൻ, അതുപോലെ റൂട്ട് സെർവറിൻ്റെ സോൺ എന്താണ്, ആ മൊത്തം ട്രീ ആണ് അതിൻ്റെ സോൺ വരുന്നത്. പിന്നെ റൂട്ട് സെർവറിൽ ഒരിക്കലും ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യില്ല, ജസ്റ്റ് വേറൊരു തൊട്ട താഴെയുള്ള സെർവേഴ്സിലോട്ടേക്ക് റെഫറൻസ് കൊടുക്കൽ മാത്രമാണ് റൂട്ട് സെർവർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ പറയുന്ന ഇതാണ് പ്രൈമറി സെർവർ, എന്താണ് സെക്കൻഡറി സെർവർ. രണ്ട് ടൈപ്പ് ഓഫ് സെർവേഴ്സിൻ്റെ, പ്രൈമറി സെർവറും സെക്കൻഡറി സെർവേഴ്സും. പ്രൈമറി സെർവറിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു സോണിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യുക. അതായത് ഇപ്പോൾ EDU എന്ന് പറഞ്ഞിട്ടുള്ള അത് ഒരു പ്രൈമറി സെർവറാണ്. EDU എന്ത് ചെയ്യും, ആ EDUവിൻ്റെ ഇതിൽ വരുന്ന ആ സോണിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻ ഒരു ഫയലിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അതായത് ആ സോണിന് കണക്ട് ചെയ്തിട്ടുള്ള എത്ര ചിൽഡ്രൻ വരുന്നുണ്ട്, അതിൻ്റെ താഴെ എത്ര ഡൊമൈൻ വരുന്നുണ്ട്, അങ്ങനത്തെ ആ സോണിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്ത് വെക്കും. അതാണ് പ്രൈമറി സെർവറിൻ്റെ ഫംഗ്ഷൻ. ഇനി അടുത്തത് സെക്കൻഡറി സെർവർ. സെക്കൻഡറി സെർവർ എന്ന് പറയുന്ന ഫംഗ്ഷൻ പ്രൈമറി സെർവറിൽ നിന്ന് സ്റ്റോർ ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻസിനൊക്കെ കോപ്പി ചെയ്യലാണ് സെക്കൻഡറി സെർവറിൻ്റെ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഈ പ്രൈമറി സെർവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ, പ്രൈമറി സെർവറാണ് ഏറ്റവും ടോപ്പ് ലെവലിലൊക്കെ ഒരു പ്രൈമറി സെർവർ, സെക്കൻഡറി സെർവറിന് ഏറ്റവും താഴെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രൈമറി സെർവർ എന്ന് പറയുന്നത് നമ്മളുടെ സോണിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുക. അപ്പോൾ സോൺ ഫയലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരതിൽ സോണിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ക്രിയേറ്റ് ചെയ്യും, അപ്ഡേറ്റ് ചെയ്യും. ഇപ്പോൾ എന്തെങ്കിലും പുതിയൊരു ഡൊമൈൻ അതിലോട്ടേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്ഡേറ്റ് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷേ സെക്കൻഡറി സെർവർ ഇതൊന്നും ചെയ്യില്ല, ജസ്റ്റ് കോപ്പിങ് മാത്രമാണ് ചെയ്യുള്ളൂ. പിന്നെ പ്രൈമറി സെർവറിൻ്റെ
സെർവർ ആ ഒരു ഇൻഫർമേഷൻ അവരുടെ ഡിസ്കിലായിരിക്കും സ്റ്റോർ ചെയ്യുക. സെക്കൻഡറി സെർവർ എന്ത് ചെയ്യും? പ്രൈമറി സെർവറിൽ നിന്ന് ആ ഇൻഫർമേഷൻ എടുത്തിട്ട് അവരുടെ ഡിസ്കിൽ സ്റ്റോർ ചെയ്യും. അതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ രണ്ട് സെർവർ വരും, പ്രൈമറി സെർവറും സെക്കൻഡറി സെർവറും. രണ്ട് സെർവർ യൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻ കേസ് ഏതെങ്കിലും ഒരു സെർവർ ഡൗൺ ആയി കഴിഞ്ഞാലും നമ്മളെ ഇൻഫർമേഷൻ അവിടെ റിക്വസ്റ്റിന് ഒരിക്കലും ഒരു ബ്ലോക്ക് വരാൻ പാടില്ല. അത് നമ്മൾ രണ്ട് സെർവർ യൂസ് ചെയ്യുന്നു. പിന്നെ പറയുന്നത് DNS ഇൻ ദ ഇൻ്റർനെറ്റ്. അതായത് നമ്മളുടെ DNSനെ നമ്മൾ ഇൻ്റർനെറ്റിലുള്ള ഡൊമൈൻ നെയിം സ്പേസിനെ നമ്മൾ 3 സെക്ഷൻസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഡൊമൈൻ നമ്മുടെ ട്രീനെ നമ്മൾ 3 സെക്ഷനായി ഡിവൈഡ് ചെയ്യും. ഫസ്റ്റ് വൺ വെച്ചാൽ ജനറിക്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്മളെ കൺട്രി ഡൊമൈൻ, തേർഡ് വൺ എന്ന് പറയുന്നത് അബ്രിവേഷൻ. ജനറിക് എന്നതാണ് ജനറിക് എന്ന് പറയുന്നത് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഹോസ്റ്റ് വരുന്നതാണ് ജനറിക് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ AERO എന്ന് പറയുന്നത് ഒരു എയറോപ്ലെയിൻ ആൻഡ് എയറോസ്പേസ് കമ്പനീസ്. പിന്നെ .edu എന്ന് വെച്ചാൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, .gov എന്ന് വെച്ചാൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ, .com എന്ന് പറഞ്ഞാൽ കമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ, പിന്നെ അതേപോലെ തന്നെ .info എന്ന് വെച്ചാൽ ഇൻഫോർമേഷൻ സർവീസ് പ്രൊവൈഡർ. അങ്ങനത്തെ എല്ലാ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഹോസ്റ്റും വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ജനറിക് ഡൊമൈൻ എന്ന് പറയുന്നത്. അപ്പോൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഹോസ്റ്റ് വരുന്നതാണ് എന്ത്? ജനറിക് ഡൊമൈൻ. പിന്നെ വരുന്ന കൺട്രി ഡൊമൈൻ. കൺട്രി ഡൊമൈൻ എന്ന് പറയുന്നത് ഒരു കൺട്രീസിന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു 2 ക്യാരക്ടർ അബ്രിവേഷനാണ്. അതായത് ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റിന് US, ഫ്രാൻസിന് FR. അങ്ങനെ ഓരോ കൺട്രീസിനും ഒരു എന്ത് റെപ്രസെൻറ്റേഷൻ. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ കണ്ടോ, FR ഫ്രാൻസ്, US എന്ന് വെച്ചാൽ യുണൈറ്റഡ് സ്റ്റേറ്റിൻ്റെ തൊട്ട താഴെ കാണിച്ചിട്ടുള്ളത് CA എന്നാണ്. CA എന്ന് വെച്ചാൽ യുണൈറ്റഡ് സ്റ്റേറ്റിൻ്റെ കാലിഫോർണിയ ഒരു സ്റ്റേറ്റ്. ഇനി കാലിഫോർണിയ കണ്ട് തൊട്ട താഴെ കാണിച്ചിട്ടുണ്ട് CUP, അത് കുപ്രന്റീനോ എന്നാണ് പറയുന്നത്. ഈ ഒരു എക്സാമ്പിൾ പറയുന്നത് കാലിഫോർണിയയുടെ ഒരു സിറ്റിയാണ്. പിന്നെ ANZ എന്ന് വെച്ചാൽ അവിടുത്തെ ഒരു കോളേജിൻ്റെ പേരാണ്, ഡിയൻസ കോളേജ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺട്രി ഡൊമൈൻ വരുന്നത്. കൺട്രീനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് റെപ്രസെൻറ്റ് ചെയ്യാൻ അതൊരു 2 ക്യാരക്ടർ അബ്രിവേഷൻ ആയിരിക്കും. പിന്നെ പറയുന്നതാണ് ഇൻവേഴ്സ് ഡൊമൈൻ. ഇൻവേഴ്സ് ഡൊമൈൻ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ നോർമലി നമ്മളുടെ ഡൊമൈൻ നെയിമിനെ IP അഡ്രസ്സിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യാനാണ് നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത്. ഇൻ കേസ് തിരിച്ച് നമ്മളുടെ IP അഡ്രസ്സിനെ നെയിമിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിന് പറയുന്ന പേരാണ് എന്ത്? അത് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്? ഇൻവേഴ്സ് ഡൊമൈൻ. അപ്പോൾ ഇൻവേഴ്സ് ഡൊമൈൻ യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു IP അഡ്രസ്സിനെ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നെയിമിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആണ്. ഇപ്പോൾ നമ്മളുടെ ഒരു സെർവർ ഒരു റിക്വസ്റ്റ് വന്നു, ക്ലയൻറ്റ് ഒരു റിക്വസ്റ്റ് പ്രോസസ് ചെയ്യാൻ, ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടി സെർവറിന് ഒരു റിക്വസ്റ്റ് വന്നു ഒരു ക്ലയൻറ്റിൻ്റെ നിന്ന്. സപ്പോസ് ആ ക്ലയൻറ്റിൻ്റെ റിക്വസ്റ്റ് വന്നു. അപ്പോൾ നമ്മളെ സെർവറിന് എന്തുണ്ട്? കറസ്പോണ്ടിങ് ആയിട്ട് അതിന് ഓതറൈസ്ഡ് ആയിട്ടുള്ള എല്ലാ ക്ലയൻറ്റിൻ്റെ ലിസ്റ്റും സെർവറിലുണ്ട്. പക്ഷേ അതിലെന്ന് വെച്ചാൽ അവർക്ക് IP അഡ്രസ്സ് മാത്രമേ ഉള്ളൂ, കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെർവറിൻ്റെ IP അഡ്രസ്സ് മാത്രമേ ഉള്ളൂ, നെയിം ഉണ്ടായിരിക്കില്ല. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ക്ലയൻറ്റ് റിക്വസ്റ്റ് അയച്ചപ്പോൾ ചിലപ്പോൾ അതിൽ ക്ലയൻറ്റിൻ്റെ നെയിം ആയിരിക്കും ചിലപ്പോൾ സ്പെസിഫൈ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ സെർവറിന് അറിയണം ഈ റിക്വസ്റ്റ് വന്നിട്ടുള്ള ക്ലയൻറ്റ് അതിൻ്റെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ക്ലയൻ്റ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് സെർവർ എന്ത് ചെയ്യും? നമ്മളെ DNS സെർവറിനെ കോൺടാക്ട് ചെയ്യും. DNS സെർവറിനോട് ചോദിക്കും ഇന്ന നെയിമിൻ്റെ IP അഡ്രസ്സ് എന്താണെന്ന് ചോദിക്കും, കറസ്പോണ്ടിങ് IP അഡ്രസ്സ് എന്താണ്. അപ്പോൾ അത് IP അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് ആ IP അഡ്രസ്സ് വെച്ചിട്ട് ഇതിന് മനസ്സിലാക്കാൻ പറ്റും എന്ത്? ഇത് ഓതറൈസ്ഡ് ആണോ അല്ലേ എന്ന്, ക്ലയൻറ്റ് ഓതറൈസ്ഡ് ആണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ ഒരു നെയിം നമ്മളെ IP അഡ്രസ്സിനെ, നമ്മളെ അഡ്രസ് സ്പേസിനെ ഒരു നെയിമിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് എന്ത്? ഇൻവേഴ്സ് ഡൊമൈൻ എന്ന്. നെക്സ്റ്റ് വരുന്നതാണ് റെസൊല്യൂഷൻ. നമ്മളുടെ ഒരു നെയിമിനെ അഡ്രസ്സിലോട്ടേക്ക് മാപ്പ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഒരു അഡ്രസ്സിൻ്റെ നെയിമിലോട്ടേക്ക് മാപ്പ് ചെയ്തതിനെ വിളിക്കുന്ന പേരാണ് നെയിം അഡ്രസ് റെസൊല്യൂഷൻ. നെയിം ടു അഡ്രസ് മാപ്പിംഗ് ആൻഡ് അഡ്രസ് ടു നെയിം മാപ്പിംഗ് ഇസ് കോൾഡ് ആസ് നെയിം അഡ്രസ് റെസൊല്യൂഷൻ. അതിൽ വരുന്ന ഫസ്റ്റ് വൺ ആണ് റിസോൾവർ. നമ്മുടെ DNSൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലയൻറ്റ് സെർവർ മോഡലാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ക്ലയൻറ്റ് ഉണ്ടായിരിക്കും, ഒരു സെർവർ ഉണ്ടായിരിക്കും. അപ്പോൾ അതായത് DNS ക്ലയൻറ്റ് ഉണ്ടായിരിക്കും, DNS സെർവർ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു മെഷീൻ, അതൊരു ഹോസ്റ്റിനും ഒരു ഡൊമൈൻ നെയിമിൻ്റെ IP അഡ്രസ്സ് അറിയണം. IP അഡ്രസ്സ് അറിയണമെന്നുണ്ടെങ്കിൽ അത് ആദ്യം കോൺടാക്ട് ചെയ്യുക DNS ക്ലയൻറ്റിനെ ആയിരിക്കും. ക്ലയൻറ്റിനെ വിളിക്കും. ആ DNS ക്ലയൻറ്റ് എന്ത് ചെയ്യും? ആ ഒരു റിക്വസ്റ്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെർവറിന് പാസ് ചെയ്യും. അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന സെർവറിനോട് ചോദിക്കും. അതിന് അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് തിരിച്ച് ആ റിക്വസ്റ്റിന് റെസ്പോൺസ് കൊടുക്കും. അതിന് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നെ വരുന്ന ബാക്കി സെർവറിനോട് ചോദിക്കും. കാരണം എന്താണ്? ഈ ഇൻഫോർമേഷൻ പല സെർവേഴ്സിലും ഡിവൈഡ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ എവിടെയാണ് കിടക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ പല സെർവേഴ്സിലോട്ടേക്കും ഇൻഫോർമേഷൻ പോകും. അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും DNS വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ DNS ക്ലയൻറ്റിനെ വിളിക്കുന്ന വേറൊരു പേരാണ് റിസോൾവർ എന്ന് പറയും. ഓക്കെ. DNS ക്ലയൻറ്റിനെ വിളിക്കുന്ന വേറൊരു പേരാണ് എന്ത്? റിസോൾവർ എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് റിക്കേഴ്സീവ് റെസൊല്യൂഷൻ. നമ്മൾ പറഞ്ഞു സപ്പോസ് നമ്മളുടെ ക്ലയൻറ്റ്
സെർവറിന് ഒരു റിക്വസ്റ്റ് കൊടുത്തു. അതായത് സെർവറിൻ്റെ അടുത്ത് ഈ ഒരു ഡൊമൈൻ്റെ IP അഡ്രസ്സ് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ക്ലയൻറ്റ് എന്ത് ചെയ്യും? ആദ്യം അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു സെർവറിനോട് റിക്വസ്റ്റ് ചോദിച്ചു. ഇപ്പോൾ അതാണ് സെർവറിനോട് ചോദിച്ചു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കാം. നമ്മൾ ഈ ഒരു ക്ലയൻറ്റ് നമ്മളുടെ FHTA.edu എന്ന് പറഞ്ഞ സെർവറിനോട് ചോദിച്ചു. ഈ സെർവറിന് അതിൻ്റെ റിക്വസ്റ്റ് റെസ്പോൺസ് അതിനറിയില്ല. അപ്പോൾ അതെന്ത് ചെയ്തു? അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള പാരൻറ്റ് സെർവർ, അതിൻ്റെ മുകളിലുള്ള പാരൻറ്റ് സെർവറിനോട് ചോദിക്കും അറിയുമോയെന്ന്. അങ്ങനെ ഇതിങ്ങനെ ആർക്കാണോ അറിയുന്ന വരെ ഈ റിക്വസ്റ്റ് പാസ് ചെയ്യും. എന്നിട്ട് ആർക്കെങ്കിലും ആ റെസ്പോൺസ് അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് ആ റെസ്പോൺസ് അതേ പാത്തിൽ കൂടെ തിരിച്ചതേപോലെ നമ്മളെ ക്ലയൻറ്റിലോട്ടേക്ക് വരും. ഇതാണ് റിക്കേഴ്സീവ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഐട്രേറ്റീവ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മളിതിലിപ്പോൾ നമ്മുടെ ക്ലയൻറ്റ് ഉണ്ട്. ക്ലയൻറ്റിന് ഇതേപോലെ തന്നെ ഡൊമൈൻ നെയിമിൻ്റെ IP അഡ്രസ്സ് അറിയണം. അപ്പോൾ ക്ലയൻറ്റ് റിക്വസ്റ്റ് ആർക്ക് കൊടുക്കും? തൊട്ടടുത്തുള്ള നമ്മളുടെ സെർവറിലോട്ടേക്ക് പോകും. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ FHTA.edu ഈ സെർവറിലോട്ടേക്ക് പോയി. ഈ സെർവറിന് അറിയില്ല, ഇതിൻ്റെ റെസ്പോൺസ് അറിയില്ല. അപ്പോൾ ഇതിനെന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ സെർവർ ഇതിന് ക്ലയൻറ്റിന് തിരിച്ച് റെസ്പോൺസ് കൊടുക്കും. എന്താന്ന് വെച്ചാൽ ഈ ഇപ്പോൾ ക്ലയൻറ്റ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിയുന്ന വേറെ വല്ല സെർവേഴ്സിൻ്റെയും IP അഡ്രസ്സ് കൊടുക്കും. അതായത് നമ്മൾ ഈ സെർവർ ഇപ്പോൾ ഈ FHTA.edu എന്ന് പറഞ്ഞ സെർവർ ഗസ് ചെയ്യാണ് ഇന്ന സെർവറിന് അറിയുന്നുണ്ടാവും എന്ന് ഗസ് ചെയ്തിട്ട് ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെർവറിൻ്റെ IP അഡ്രസ്സ് നമ്മളെ ക്ലയൻറ്റിന് കൊടുക്കും. ക്ലയൻറ്റ് എന്ത് ചെയ്യും? എന്നിട്ട് ആ IP അഡ്രസ്സിനെ കോൺടാക്ട് ചെയ്യും. ഒരു എക്സാമ്പിൾ എടുക്കുക, EDU ഇതിനെ കോൺടാക്ട് ചെയ്തു. ഇനി സപ്പോസ് ഇതിനെ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യും? ഇത് അറിയുന്നുണ്ടാവും എന്ന് ഉദ്ദേശിക്കുന്ന വേറൊരു സെർവറിൻ്റെ IP അഡ്രസ്സ് കൊടുക്കും. അപ്പോൾ ആ ക്ലയൻറ്റ് എന്ത് ചെയ്യും? ആ IP അഡ്രസ്സിനെ കോൺടാക്ട് ചെയ്യും. അങ്ങനെ ക്ലയൻറ്റ് തന്നെ എല്ലാ IP അഡ്രസ്സ് എല്ലാ മെഷീൻസിനും എന്ത് ചെയ്യാം? സെർവേഴ്സിനെയും കോൺടാക്ട് ചെയ്യാണ് ഐട്രേറ്റീവ് റെസൊല്യൂഷൻ. റിക്കേഴ്സീവ് എന്ന് വെച്ചാൽ സെർവേഴ്സ് തന്നെ തമ്മിൽ ഇങ്ങനെ ഇൻഫർമേഷൻ പാസ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് DNS മെസ്സേജ്. 2 ടൈപ്പ് ഓഫ് മെസ്സേജസ് ആണ് DNSൽ വരിക. ക്വറി മെസ്സേജും വരും, റെസ്പോൺസ് മെസ്സേജും വരും. ക്വറി മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ക്ലയൻറ്റ് സെർവറിന് കൊടുക്കുന്ന റിക്വസ്റ്റിനെയാണ് നമ്മൾ ക്വറി എന്നും സെർവർ തിരിച്ച് കൊടുക്കുന്ന ആ ഒരു ആൻസറിനെയാണ് റെസ്പോൺസ് എന്നും നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ഫിഗർ വരുന്നത്. അപ്പോൾ ഇതിൽ ക്വറിയുടെ ഫോർമാറ്റ് ഉണ്ട്, റെസ്പോൺസിൻ്റെ ഫോർമാറ്റ് ഉണ്ട്. ക്വറിയുടെ ഫോർമാറ്റിൽ നമ്മൾ കണ്ടു ഹെഡർ ഉണ്ട്, ക്വസ്റ്റ്യൻ സെക്ഷൻ ഉണ്ട്. റെസ്പോൺസിൽ ഹെഡർ ഉണ്ട്, ക്വസ്റ്റ്യൻ ഉണ്ട്, ആൻസർ ഉണ്ട്, അതോറിറ്റേറ്റീവ് ഉണ്ട്, അഡീഷണൽ സെക്ഷൻ ഉണ്ട്. ഇതാണ് രണ്ടിൻ്റെയും ഫോർമാറ്റ് വരുന്നത്. ഈ രണ്ടെണ്ണത്തിൻ്റെയും ഹെഡർ ഫോർമാറ്റ് സെയിം ആണ്. ഇതാണ് ഹെഡർ ഫോർമാറ്റ്. ഇത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് ഐഡന്റിഫിക്കേഷൻ. ഐഡന്റിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ സപ്പോസ് നമ്മുടെ ക്ലയൻറ്റ് സെർവറിന് റിക്വസ്റ്റ് കൊടുക്കുകയാണ്, എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മളുടെ ക്ലയൻറ്റ് ഒരു ഐഡന്റിഫിക്കേഷൻ നമ്പർ വെച്ചിട്ടാണ് സെർവറിന് കൊടുക്കുക. സെർവർ തിരിച്ച് ഒരു റെസ്പോൺസ് കൊടുക്കുമ്പോൾ ആ സെയിം ഐഡന്റിഫിക്കേഷൻ നമ്പർ വെച്ചിട്ട് തന്നെ കൊടുക്കും. എന്നാൽ ക്ലയൻറ്റിന് മനസ്സിലാക്കാൻ പറ്റൂല ക്ലയൻറ്റ് ചോദിച്ചിട്ടുള്ള ഏത് റിക്വസ്റ്റിൻ്റെ റെസ്പോൺസ് ആണെന്നും അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഐഡന്റിഫിക്കേഷൻ നമ്പർ യൂസ് ചെയ്യുന്നത്. പിന്നെ പറയുന്നതാണ് ഫ്ലാഗ്. ഫ്ലാഗ് എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് ഓഫ് മെസ്സേജസ് ആണ് സെർവറിലുള്ളത്, എന്ത് ടൈപ്പ് ഓഫ് മെസ്സേജസ് ആണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്ത് ടൈപ്പ് ഓഫ് ആൻസർ ആണ് നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഫ്ലാഗിൽ വരുന്നത്. പിന്നെ പറയുന്നത് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ റെക്കോർഡ്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ റെക്കോർഡ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ക്വറി സെക്ഷനിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കില്ല. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ സെക്ഷനിൽ എത്ര ക്വറി ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ റെക്കോർഡിൽ എത്ര എമൗണ്ട് എത്ര ക്വറീസ് ഉണ്ട് എന്നുള്ളത് ഇവിടെ വരും. പിന്നെ നമ്പർ ഓഫ് ആൻസർ റെക്കോർഡ് എന്ന് പറയുമ്പോൾ നമ്മളെ സെർവർ തിരിച്ച് ക്ലയൻറ്റിന് റെസ്പോൺസ് കൊടുക്കുമ്പോൾ ആ ആൻസർ സെക്ഷനിൽ ഇവിടുത്തെ ഈ ആൻസർ സെക്ഷനിൽ എത്ര ആൻസേഴ്സ് വരുന്നുണ്ട് അല്ലെങ്കിൽ എത്ര ആൻസർ റെക്കോർഡ്സ് വരുന്നുണ്ട് എന്നുള്ളതായിരിക്കും ആൻസർ സെക്ഷനിൽ വരിക. അപ്പോൾ ഒരു ക്വറി മെസ്സേജ് പാസ് ചെയ്യുമ്പോൾ ഈ ആൻസർ സെക്ഷൻ ഈ നമ്പർ ഓഫ് ആൻസർ റെക്കോർഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്, അതായത് ഇപ്പോൾ ക്ലയൻറ്റ് സെർവറിലോട്ടേക്ക് റിക്വസ്റ്റ് പാസ് ചെയ്യുമ്പോൾ ഈ ആൻസർ റെക്കോർഡ് എന്തായിരിക്കും? ഫീൽഡ് 0 ആയിരിക്കും. കാരണം എന്താണ്? അവർ ക്വസ്റ്റ്യൻ ചോദിക്കില്ല ചെയ്യണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? 0 ആയിരിക്കും. അതേപോലെ നമ്പർ ഓഫ് അതോറിറ്റേറ്റീവ് റെക്കോർഡ്, നമ്പർ ഓഫ് അഡീഷണൽ റെക്കോർഡും, അതൊക്കെ അതോറിറ്റേറ്റീവിലും അഡീഷണലിലും ഒക്കെ എത്ര റെക്കോർഡ്സ് ഉണ്ട് എന്ന് അറിയണം. ഒരു എമൗണ്ട് ആണ് എന്തിൽ വരുന്നത്? ഹെഡർ ഫോർമാറ്റിൽ വരുന്നത്. പിന്നെ പറയുന്നതാണ് എന്താണ് ക്വസ്റ്റ്യൻ സെക്ഷൻ. ക്വസ്റ്റ്യൻ സെക്ഷൻ എന്ന് പറയുമ്പോൾ ക്ലയൻറ്റ് സെർവറിലോട്ടേക്ക് ചോദിക്കുന്ന ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്? ക്വസ്റ്റ്യൻ റെക്കോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, നോർമലി ഡൊമൈൻ നെയിം ആയിരിക്കും ഇതിൽ വരിക. പിന്നെ പറയുന്നതാണ് ആൻസർ സെക്ഷൻ. ആൻസർ സെക്ഷൻ എന്ന് പറയുന്നത് സെർവറിൽ നിന്ന് ക്ലയൻറ്റിലോട്ടേക്ക് വരുന്ന ആ ഒരു ആൻസർ ആയിരിക്കും ആൻസർ സെക്ഷനിൽ ഉണ്ടാവുക. നെക്സ്റ്റ് വൺ അതോറിറ്റേറ്റീവ് സെക്ഷൻ. അതായത് സപ്പോസ് നമ്മളുടെ ക്ലയൻറ്റ് ഇപ്പം google.com എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിൻ്റെ IP അഡ്രസ്സ് എന്താണെന്ന് നമ്മളെ ക്ലയൻറ്റ് സെർവറിനോടേക്ക് ചോദിച്ചു. സെർവർ എന്ത് ചെയ്യും? തിരിച്ചതിൻ്റെ റെസ്പോൺസ് കൊടുക്കും.
റെസ്പോൺസ് ഒപ്പം കൊടുക്കുമ്പോൾ തന്നെ ഈ google.com എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഡൊമെയിൻ ഇരിക്കുന്ന ആ ഒരു പ്ലേസിലുണ്ട്. അപ്പോൾ ഡൊമെയിൻ നെയിം സ്പേസിലുള്ള ഈ google.comൻ്റെ ഡൊമെയിൻ ഇരിക്കുന്ന ആ ഒരു സെക്ഷനിലുള്ള ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള സെർവർ ഉണ്ടായിരിക്കും. ഒന്നുണ്ടായിരിക്കും, ഒന്നിൽ കൂടുതൽ സെർവേഴ്സ് ഉണ്ടായിരിക്കും. ആ സെർവേഴ്സിൻ്റെ ഡൊമെയിൻ നെയിമും കൂടി തിരിച്ച് പാസ് ചെയ്യും. ആ ഡൊമെയിൻ നെയിമാണ് അതോറിറ്റേറ്റീവ് സെക്ഷനിൽ വെക്കുന്നത്. അതായത് ക്ലയൻറ്റ് സെർവറിന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ സെർവർ തിരിച്ച് റെസ്പോൺസ് കൊടുക്കും. സെർവർ റെസ്പോൺസ് കൊടുക്കുമ്പോൾ ഒപ്പം തന്നെ നമ്മളുടെ ഈ ഒരു നമ്മൾ ചോദിച്ചിട്ടുള്ള ആ ക്വസ്റ്റ്യൻ, അതിപ്പോൾ മിക്കവാറും ഡൊമെയിൻ നെയിം എന്താണെന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ ഇന്ന ഡൊമെയിൻ്റെ IP അഡ്രസ്സ് എന്താണ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ചോദിച്ചിട്ടുള്ള ആ ഒരു ഡൊമെയിൻ ഇരിക്കുന്ന ആ ഒരു സെക്ഷനിലെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള സെർവറിൻ്റെ ഒരു സെർവറായിരിക്കും, ഒന്നിൽ കൂടുതൽ സെർവേഴ്സിൻ്റെ ഡൊമെയിൻ നെയിമാണ് ഇവിടെ വരുന്നത്, അതോറിറ്റേറ്റീവ് സെക്ഷനിൽ വരുന്നത്. ഇനി അഡീഷണൽ സെക്ഷനിൽ വരുന്നത് ആ ഒരു സെർവറിൻ്റെ IP അഡ്രസ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ത് DNS.